ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറൈൻ വേൾഡിലേക്ക് പോയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നടക്കുന്നത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിനടുത്ത് സ്വപ്ന നഗരിയിലാണ്. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിവിടെ പോയിട്ട് കിട്ടിയത്. ഫ്രണ്ടിൽ നിന്നൊരു ഷാർക്കിൻ്റെ വായ പോലത്തെ ഒരു സെറ്റപ്പാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ നല്ല ബ്ലൂ ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അടിപൊളി ബേഡ്സും പിന്നെ മൃഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ബേഡ്സിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫുൾ ബ്ലൂ തീമിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു അക്വേറിയം ഫീൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഇതൊക്കെ അവർ കുഞ്ഞു കുഞ്ഞു അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഫിഷിനൊക്കെ അടുത്തുനിന്ന് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുള്ളത് വലിയ സൈസിലുള്ള അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ്. അതും ബ്ലൂ ലൈറ്റിലൊക്കെ ബ്ലൂ തീമിലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മുടെ സൈഡിൽ ഫുള്ളായിട്ട് അക്വേറിയമൊക്കെ വരുമ്പോൾ അതിലൂടെ കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ വലിയ മീനുകളൊക്കെ പോകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഇതൊക്കെ നോക്കൂ, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ വരവരെയുള്ള മത്സ്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ സ്കൂബ ഡൈവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിനു മുമ്പ് പാലക്കാട് മറൈൻ വേൾഡ് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ സ്കൂബ ഡൈവേഴ്സിൻ്റെ കൂടെ മത്സ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ അത് ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. സ്കൂബ ഡൈവേഴ്സിൻ്റെ കൂടെ മത്സ്യങ്ങളും ഉണ്ട്, പിന്നെ മത്സ്യകന്യകയും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കളേഴ്സിലുള്ള മത്സ്യങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഒരുപാട് ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, 2 സൈഡിലേക്കായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ പോലെ തന്നെ വലിയ വലിയ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല സൈസുള്ള മത്സ്യങ്ങളായിരുന്നു ഇതൊക്കെ. പിന്നെ ഇത് പറഞ്ഞത് നമുക്ക് 2 സൈഡിലൂടെയും അക്വേറിയം വരുന്ന രീതിയിലാണ്. നമുക്ക് തലക്ക് മുകളിലൂടെയും 2 സൈഡിലൂടെയും ആയിട്ട് അക്വേറിയം വരുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നോക്കുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് നമ്മൾ മുകളിലൂടെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. 2 സൈഡിലും തലക്ക് മുകളിലായിട്ട് അക്വേറിയം ഉണ്ടായിരുന്നു അവിടെ. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കടലിൻ്റെ അടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമുക്ക് തലക്ക് മുകളിലൂടെ സ്കൂബ ഡൈവേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി. കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഈ മത്സ്യങ്ങൾ ഒരുപാട് ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് 2 സൈഡിലൂടെയും അക്വേറിയം വരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മത്സ്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അടുത്തുനിന്ന് കാണാൻ ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കടലിനടിയിലുള്ള കൊട്ടാരം തീമിലാണ് ചെയ്തത്. നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്.